അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസ് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, നമുക്കറിയാം നമ്മളെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങൾ മെഷർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ കിട്ടുന്ന മെഷർമെൻറ്റിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂവിന് ഒരു യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അവിടെ ഒരു മെക്കാനിക്ക് ഒരാൾ കാർ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ മെക്കാനിക്ക് പറയാണ്, ദി എഞ്ചിൻ ഓഫ് ദിസ് കാർ ഈസ് മാനുഫാക്ചർഡ് ഇൻ ജപ്പാൻ ആൻഡ് അതർ പാർട്സ് ഇൻ ഇന്ത്യ. ഈ ഒരു കാർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കാറിൻ്റെ എൻജിൻ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ജപ്പാനിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള പാർട്സൊക്കെ ഇന്ത്യയിലുമാണ്. അപ്പോൾ ഈ കാറിൻ്റെ ഉടമയായിട്ടുള്ള കുട്ടി ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചർ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് എന്ന്. നമുക്ക് ഈ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് മറ്റുള്ള കൺട്രീസ് ഇപ്പോൾ ജപ്പാനിലാണ് അതിൻ്റെ എൻജിൻ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്സ് ഇന്ത്യയിലാണെന്ന് അയാൾ പറയുമ്പോൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് കൺട്രീസിൽ വ്യത്യസ്ത തരം കൺട്രീസിൽ അത് മാനുഫാക്ചർ ചെയ്തിട്ട് അതിൻ്റെ പാർട്സുകളൊക്കെ അസംബിൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്ക് ഈ ഡൗട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഹാവ് യു നോട്ടീസ്ഡ് ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് ചോദിക്കുന്നുണ്ട്. ടു സോൾവ് സച്ച് പ്രോബ്ലംസ് ഇൻ അവർ ഡെയിലി ലൈഫ് ഇറ്റ് ഈസ് നെസസറി ടു മെഷർ ആൻഡ് സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഫിനോമിന. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഓരോ ക്യാരക്ടറിസ്റ്റിക്കും മെഷർ ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസും ഫിനോമിനയൊക്കെ കണ്ടെത്തുക എന്നുള്ളത്. ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മെഷർ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സച്ച് മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ്, ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദം. നമ്മളെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസും ഒബ്സർവ് ചെയ്തിട്ട് അതിലേതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന്. ഫോളോയിങ് സിറ്റുവേഷൻ ഇൻ അവർ ഡെയിലി ലൈഫ്, ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദം. നമ്മളെ ഡെയിലി ലൈഫിൽ ഓരോ സിറ്റുവേഷൻസും ഒബ്സർവ് ചെയ്തിട്ട് അതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യാനാണ് അവർ പറയുന്നത്. റെക്കോർഡ് ദ ക്വാണ്ടിറ്റീസ് യു ഐഡൻറ്റിഫൈഡ് ഇൻ ദ ടേബിൾ. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ഒരു ടേബിളിൽ റെക്കോർഡ് ചെയ്യാനും പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗറിൽ എന്താണ്, അവിടെ അയാൾ ലെങ്ത് ആണ് അളക്കുന്നത് അല്ലേ, നീളമാണ് അളക്കുന്നത്. ദെൻ സെക്കൻഡ് ഫിഗറിൽ അവിടെ വെയിറ്റ് നോക്കുന്നുണ്ട്, തൂക്കം നോക്കുന്നുണ്ട്, ആ തക്കാളിയുടെ തൂക്കം നോക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്ര കിലോ തക്കാളി അല്ലെങ്കിൽ ഇത്ര കിലോ ഉള്ളി എന്നാണ് പറയുന്നത്. പിന്നെ തേർഡ് ഫിഗറിൽ അവിടെ അവർ ചെക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഷർട്ട് അടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചുരിദാർ അടിക്കാനൊക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെയും അവർ ലെങ്ത്ത് നോക്കി ഒക്കെ അളവെടുത്തിട്ടേ മാത്രമേ അവരത് തയ്ക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മെഷർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർത്ത് ഫിഗറിൽ പറയുന്നത്, നമ്മൾ ടൈം അളക്കുമല്ലോ, അപ്പോൾ ഇത്ര മീറ്റർ ഓടാൻ ഇത്ര ടൈം എടുത്തു എന്നുള്ള ഒരു മെഷർമെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഫിഫ്ത്ത് ഫിഗറിൽ പറയുന്നത് പ്രഷർ അളക്കുന്ന ആ ഒരു മെഷർമെൻ്റ് ആണ്. ദെൻ സിക്സ്ത് ഫിഗറിൽ നമ്മൾ പനി അളക്കാൻ വേണ്ടി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ എന്താണ് പറയുന്നത് നോക്കാം. ആ ടേബിളിൽ മെഷറിങ് ദ സിറ്റുവേഷനും കൊടുത്തിട്ടുണ്ട്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്ന് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ, മെഷറിങ് ദ ഡെപ്ത് ഓഫ് എ പിറ്റ്. ഒരു കുഴിയുടെ ആഴം അളക്കുക. ഇൻ ദ ഡെപ്ത് ഓഫ് എ പിറ്റ്. അപ്പോൾ ഒരു കുഴിയുടെ ആഴം അളക്കുക എന്നുള്ളത് എന്താണ്, അതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ലെങ്ത് ആണ്, നീളമാണ് അവിടെ അളക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, മെഷറിങ് ദ വെയിറ്റ് ഓഫ് വെജിറ്റബിൾസിൻ്റെ വെയിറ്റ് അളക്കുമ്പോൾ അവിടെ മാസ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് അവർ മെഷർ ചെയ്യുന്നത്. ദെൻ അതുപോലെ തേർഡ് വൺ, ടേക്കിംഗ് മെഷർമെൻറ്റ് ബൈ എ ടൈലർ. ഒരു ടൈലർ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെങ്ത് ആണ്, ഓക്കെ, നീളമാണ്. ദെൻ യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ്. ഒരു റേസിൽ സ്റ്റോപ്പ് വാച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ അളക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടൈമാണ്, സമയമാണ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, മെഷറിങ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ അളക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പ്രഷറാണ്. ഓക്കെ, പ്രഷറാണ്. ദെൻ സിക്സ്ത് വൺ, മെഷറിങ് ബോഡി ഹീറ്റ് നോക്കുന്ന സമയത്ത് അവിടെ അളക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, അവിടെ ടെമ്പറേച്ചറാണ് നോക്കുന്നത്. ഓക്കെ, അവിടെ ടെമ്പറേച്ചറാണ് നോക്കുന്നത്. ഓക്കെ, അവിടെ ടെമ്പറേച്ചറാണ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഓരോ പ്രാക്ടിക്കൽ പ്രോബ്ലംസും സ്യൂട്ടബിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ റൈറ്റ് മോർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. നമ്മൾ മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾക്ക് സിമിലർ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മളോട് എഴുതാൻ പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ കൊടുക്കാം, സ്പീഡ് കൊടുത്തൂടെ, സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ വ്യാപ്തം, വോളിയം നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം,
അതുപോലെ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലേ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? മറ്റുള്ള ഇപ്പോൾ നമ്മൾ മാസ് പറഞ്ഞു, വെയിറ്റ് പറഞ്ഞു, പിന്നെ ഇപ്പോൾ നമ്മൾ ടൈം പറഞ്ഞു, ഫോഴ്സ് പറഞ്ഞു, ബലം കൊടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ മൊമെൻറ്റം, ഇതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ക്യാൻ ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ബി മെഷേർഡ് ഡയറക്ട്ലി ഇൻ സിറ്റുവേഷൻസ് വേർ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ? ക്യാൻ യു റൈറ്റ് ദം വിത്ത് റെഫറൻസ് ടു അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല. എല്ലാതും ചിലതങ്ങനെ പറ്റുന്നുണ്ടെങ്കിലും എല്ലാം പറ്റുന്നതല്ല. ഇൻ സിറ്റുവേഷൻസ് വേർ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെഷർമെൻറ്റ് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എന്ത് ചെയ്യണം? റെഫറൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെഫറൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താകണം? ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെഷർമെൻറ്റ്സുകളും അതുപോലെ തന്നെ മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ആശ്രയിച്ചിരിക്കുന്ന മെഷർമെൻറ്റ്സുകളും വ്യത്യസ്ത തരമാണ്. അപ്പോൾ അവയെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കാണണം. അവയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? There are many physical quantities among them. Length, mass, time, electric current, temperature, amount of substance and luminous intensity are called fundamental quantities. നമുക്കറിയാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അതർ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. നമുക്ക് മറ്റുള്ള അളവുകളെ ആശ്രയിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അവ ഡയറക്റ്റ് ആയിട്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ തന്നിട്ടുള്ള ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇവയെല്ലാം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. മറ്റുള്ള ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദിസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയാണ് മറ്റുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെൻഷൻഡ് ഇൻ ദ ടേബിൾ 1.1 ആൻഡ് ലിസ്റ്റ് ദം ബിലോ. നമ്മൾ ഇവിടെ 1.1 ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാടല്ല, 6 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അവയിൽ ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് ചോദിക്കുന്നത്. അവയിൽ ഏതാണ്? ലെങ്ത് ഫണ്ടമെൻ്റൽ ആണ്. അവ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാം അല്ലേ. ഒരു ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ടാപ്പിന് പകരം ഒരു നൂല് വെച്ചിട്ടൊക്കെ ലെങ്ത് നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഉപകരണം വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരു സാധനം വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഉപകരണം വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ ലെങ്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത്. ദെൻ മാസ് നമുക്ക് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് എഴുതാം. ഇവിടെ എഴുതാം. പിന്നെ ഏതാണ് അതിൽ പറഞ്ഞിട്ടുള്ള, പിന്നെ ഏതാണ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്? പിന്നെ നമുക്ക് ടൈം പറഞ്ഞൂടെ? ടൈം ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അവ ഒന്നിനും ആശ്രയിച്ചിരിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെയുള്ളത് ഹീറ്റ്, ടെമ്പറേച്ചർ, ഇതും ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് അല്ലേ. ഇവയൊക്കെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഒരു ബ്ലഡ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രഷർ ഇങ്ങനെ ഒരു ഉപകരണം വെച്ചെടുക്കുന്നുണ്ടെങ്കിൽ പ്രഷർ ഫോഴ്സിനെയും ഏരിയയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇൻ അവർ ഡെയിലി ലൈഫ് ഡു വി യൂസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ള ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. വാട്ട് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ദ സിറ്റുവേഷൻസ്? അപ്പോൾ ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഈ സിറ്റുവേഷനിൽ ഉള്ളത് എന്ന് പറയണം. ഫസ്റ്റ് 1.8 ഫിഗർ 1.8 നമുക്ക് ഫിഗർ 1.8 എന്താ പറയുന്നത്? ഏരിയ പറയുന്നുണ്ട് അല്ലേ. ഒരു വാളിൻ്റെ ഏരിയ പറയുന്നുണ്ട്. പിന്നെ 1.9 നമ്മളിപ്പോൾ വാട്ടറിൻ്റെ വോളിയം പറയുന്നുണ്ട്. 1.10 മെഡിസിൻസിൻ്റെ വോളിയം പറയുന്നുണ്ട്. അപ്പോൾ ഏരിയ അതുപോലെ തന്നെ വോളിയമാണ് ഇവിടെ പറയുന്നത്. ഏരിയയും വോളിയവുമാണ് ഇവിടെ തന്നിട്ടുള്ള പിക്ചേഴ്സിൽ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഒരു ബോക്സിൽ ചോദിക്കുന്നുണ്ട് റെക്കോർഡ് ഹൗ ഈച്ച് ഓഫ് ദം ഈസ് ഫൗണ്ട് ഔട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. നമ്മൾ ഈ ഓരോ പിക്ചർ നോക്കിയിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സിറ്റുവേഷനും ഫിസിക്കൽ ക്വാണ്ടിറ്റിയും മെത്തേഡ് ഓഫ് ഫൈൻഡിങ്ങും ആണ് പറയുന്നത്. സിറ്റുവേഷൻ ഫോർ പെയിൻറ്റിങ് ദ വാൾ. ഈ ഫിഗർ 1.8 ഒരു വാൾ പെയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ കണക്കാക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഏരിയ എന്ന് പറയുന്നത്. പരപ്പളവ് എന്ന് ആ റൂമിൻ്റെ, നമുക്കൊരു റൂം പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഏരിയ ആ റൂമിലുണ്ട് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ പെയിൻറ്റിൻ്റെ അളവ്, എത്ര പെയിൻറ്റ് മേടിക്കണം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഏരിയ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ മക്കളെ? ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ ഏരിയ? ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്
ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത്. ദെൻ സെക്കൻഡ് വൺ, മെഷർമെൻറ്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്. മെഷർമെൻറ്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്, ഒരു മെഡിസിൻ്റെയോ ലിക്വിഡിൻ്റെയോ മെഷർമെൻറ്റ് കണക്കാക്കുന്നത് വോളിയം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിട്ടല്ലേ. അതിൻ്റെ വോളിയം എത്രയാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ മെഡിസിൻ എത്ര മെഷർമെൻറ്റ് ഉണ്ട്, എത്ര ഉണ്ട് ആ ക്ലാസ്സിൽ നമ്മൾ എത്ര. അപ്പോൾ നമുക്കൊരു മെഡിസിനൊക്കെ ഡോക്ടർ എഴുതുന്ന സമയത്ത് ഇത്ര മില്ലി ലിറ്റർ വേണം കുടിക്കാൻ എന്നുള്ള ഒരു കണക്ക് അവിടെ എഴുതുന്നുണ്ട്. അത് അതിൻ്റെ വോളിയമാണ്. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു എന്താണ് മെഷർമെൻറ്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്. നമ്മളൊരു മെഡിസിൻ്റെയോ ലിക്വിഡിൻ്റെയോ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വോളിയമാണ്. ഓക്കെ, നമുക്കൊരു ഡോക്ടർ മെഡിസിൻ എഴുതി തരുന്ന സമയത്ത് നമ്മളോട് ഇത്ര മില്ലി ലിറ്റർ മെഡിസിൻ ഇത്ര നേരത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ് എഴുതി തരിക അല്ലേ. അപ്പോൾ അവിടെ വോളിയമാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നത്. നമ്മൾ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മളെ വോളിയത്തിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മളെ വോളിയത്തിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ഏരിയ ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. ദെൻ മെഷർമെൻറ്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്. മെഷർമെൻറ്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡിൽ നമ്മൾ കാണുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വോളിയമാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഡോക്ടർ ഒരു മെഡിസിൻ എഴുതി തരുന്ന സമയത്ത് ഇത്ര നേരത്തേക്ക് ഇത്ര മില്ലി ലിറ്റർ എന്ന് പറയുന്നിട്ട് അതിൻ്റെ വോളിയമാണ് നമുക്ക് അവിടെ മില്ലി ലിറ്ററിൽ കണക്കാക്കി തരുന്നത്. അപ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു എന്താണ് ഹൈറ്റ് ആണ് വരുന്നത്. ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്ക് വോളിയത്തിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമുക്കറിയാം വോളിയം എന്താണ്? വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പോൾ ഈ ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് തന്നെയാണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ആകുമ്പോൾ നമുക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ട് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് വോളിയത്തിനെ പറയാം. ഓക്കെ, ദെൻ ഇതിന് താഴെ ചോദിക്കുന്നുണ്ട് വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് യൂസർ ഹിയർ ടു ഫൈൻഡ് ഏരിയ ആൻഡ് വോളിയം. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് ഏരിയയും വോളിയവും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ്? ബ്രെഡ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് അല്ലേ. ഓൾ ഓഫ് ദെം ആർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് ആർ ഇൻ ദേ. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസും ടു പൊസിഷൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏരിയ കണക്കാക്കുമ്പോൾ ഏരിയ കാണുമ്പോൾ നമ്മൾ ബ്രെഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ആണെന്ന് പറഞ്ഞു. ഈ ബ്രെഡ്ത്ത് കാണുന്നുണ്ടെങ്കിൽ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ടല്ലേ നമ്മൾ കാണുന്നത്. അതുപോലെ വിഡ്ത്തും അങ്ങനെ തന്നെയാണ്. ഹൈറ്റിൻ്റെ കാര്യത്തിലാണ് താഴെ പൊസിഷനിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ആയിട്ടല്ലേ നമ്മൾ ഹൈറ്റിനെയും കാണുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് റെപ്രസെൻറ്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കോൾഡ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്. വി ഹാവ് യൂസ്ഡ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഓഫ് ലെങ്ത് ടു ഫൈൻഡ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഏരിയ ആൻഡ് വോളിയം. സച്ച് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നൗ റൈറ്റ് എ ഡെഫിനിഷൻ ഫോർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏരിയയും വോളിയവും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. ഓക്കെ, സച്ച് ക്വാണ്ടിറ്റീസ്, ആ ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ഈ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടാണ് എന്ത് കണ്ടെത്തിയത്? ഏരിയയും വോളിയവും കണ്ടെത്തിയത്. അപ്പോൾ ഇത്തരം ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. നൗ റൈറ്റ് എ ഡെഫിനിഷൻ ഫോർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അത് ഇപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് ഡെഫിനിഷനായി അല്ലേ. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. ഓക്കെ, ഇവിടെ മാസ് മാർക്കർ ഓൺ ദ സിലിണ്ടർ ഇസ് ഈക്വൽ ടു 40.2 കിലോഗ്രാം ആണല്ലേ. 40.2 കിലോഗ്രാം ആണ് ഇവിടെ മാസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. Okay, here the physical quantity of mass is indicated using a numerical value 40.2 and a unit kilogram. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ആയിട്ടാണ് 40.2 എന്നുള്ള ആ ഒരു നമ്പർ കൊടുത്തിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ. അതിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. Similarly, complete the table with the physical quantities shown in the pictures below along with their numerical values and units. നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ള പിക്ചേഴ്സിൽ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂവും അതിൻ്റെ യൂണിറ്റ്സും നമ്മൾ എഴുതണം. 1.12 മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ വരുന്നത് 37.8 ആണ്. യൂണിറ്റ് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ആണ് സെൽഷ്യസ്. മോഡ് ഓഫ് മാർക്കിംഗ് മെഷർമെൻറ്റ്സ് 37.8 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെയാണ് അത് എഴുതുന്നത്. ഓക്കെ, ദെൻ ഫിഗർ 1.13 എന്താണ് പറയുന്നത്? അവിടെ ഹൈറ്റ് ആണല്ലേ, ഹൈറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മെഷർമെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ഹൈറ്റ് എന്ന് എഴുതാം. പിന്നെ എന്താണ് അവിടെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ് വരുന്നത്? 165 അല്ലെ, 165 ആണ് അവിടെ ന്യൂമറിക്കൽ വാല്യൂ വരുന്നത്. 165 ആണ് ന്യൂമറിക്കൽ വാല്യൂ വരുന്നത്. യൂണിറ്റ് എന്താണ്? നമ്മളെ ഹൈറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റിമീറ്റർ.
സെൻറ്റിമീറ്റർ ആണ് നമ്മളെ ഹൈറ്റിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. നമ്മളെ ഹൈറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. മോഡ് ഓഫ് മാർക്കിംഗ് മെഷർമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? 165 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹൈറ്റിനെ മാർക്ക് ചെയ്യുന്നത്. ദെൻ അടുത്ത ഫിഗറിൽ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? അടുത്ത ഫിഗറിൽ മാസ്സാണ് അല്ലേ, മാസ്സാണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, മാസ്സാണ് മെഷർ ചെയ്യുന്നത്. അവിടെ വരുന്ന ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? ന്യൂമറിക്കൽ വാല്യൂ 1 കിലോഗ്രാം ആണ് അല്ലേ, 1 കിലോഗ്രാം ആണ് അവിടെ വരുന്ന ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ 1 ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ദെൻ അവിടെ പറയുന്ന മോഡ് ഓഫ് മാർക്കറ്റിംഗ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം എന്ന് തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, ദെൻ ഇവിടെ ചോദിക്കുന്നുണ്ട് വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ടേബിൾ എബവ്. നമുക്ക് എന്താണ് ഈ ടേബിളിൽ നിന്നും മനസ്സിലായത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് വാല്യൂ ഫോളോഡ് ബൈ ഇറ്റ്സ് യൂണിറ്റ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതിന് ഒരു നമ്പറും അതിനെ ഫോളോ ചെയ്യുന്ന ഒരു യൂണിറ്റും ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു നമ്പറും അതുപോലെ അതിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റും നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത്, ആ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റും ഇൻഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ.